ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് കോടതിയാണ്. വിധിയും കാത്ത് ടെൻഷനോടെ നിൽക്കുകയാണ് നന്ദിനി. അങ്ങനെ ജയറാമിനെ വെറുതെ വിട്ടുള്ള വിധി വരുന്നു. ഇത് കേട്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് നന്ദിനി. തുടർന്ന് ജയറാമൻ പുറത്തേക്ക് വരികയാണ്. ജയറാമൻ സന്തോഷത്തോടെ ഓടിവന്ന് നന്ദിനിയെ കെട്ടിപ്പിടിക്കാൻ ഒരുങ്ങുകയാണ്. പെട്ടെന്ന് തന്നെ മാറുകയും ചെയ്യുന്നു. അത് പിന്നെ ഞാൻ കുഴപ്പമില്ല ജയേട്ടാ എന്ന് നന്ദിനി പറയുന്നു. എന്താണെങ്കിലും നിരപരാധിയാണ് ജയേട്ടൻ എന്ന് കോടതിക്ക് വ്യക്തമായല്ലോ, അത് തന്നെ ധാരാളം. അല്ല ദേവി, വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞിരുന്നോ എന്ന് ജയറാമൻ ചോദിക്കുമ്പോൾ ഇല്ലെന്ന് നന്ദിനി പറയുന്നു. തുടർന്ന് നന്ദിനി അപ്പൊ തന്നെ രാജലക്ഷ്മി അമ്മയെ വിളിച്ച് കാര്യങ്ങളെല്ലാം അറിയിക്കുകയാണ്. അങ്ങനെ നന്ദിനിയും ജയറാമനും കൂടി വണ്ടിയിലേക്ക് കയറാൻ ഒരുങ്ങുമ്പോൾ ഇന്ദ്രജ അങ്ങോട്ടേക്ക് വരികയാണ്. ഇതെല്ലാം ഇവിടം കൊണ്ട് അവസാനിച്ചെന്ന് നീ ഒന്നും കരുതണ്ട. തുടർന്ന് നന്ദിനിയെ നോക്കി ഇന്ദ്രജ പറയുകയാണ്, ഇവനെയും കെട്ടി സുഖമായി ജീവിക്കാമെന്നാണ് നീ കരുതുന്നതെങ്കിലേ അതൊന്നും നടക്കാനേ പോകുന്നില്ല. നിന്നെപ്പോലെ സംസ്കാരമില്ലാത്തവരുകളോട് സംസാരിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ലെന്ന് ജയറാമൻ പറയുന്നു. ഇതിലും മേളില് കോടതിയൊക്കെ ഉണ്ടല്ലോ, നിന്നെയൊക്കെ ഞാൻ സുപ്രീം കോടതിയിൽ കയറ്റുമെന്ന് ഇന്ദ്രജ പറയുമ്പോ നീ എന്തേലും ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ജയറാമനെയും കൂട്ടിക്കൊണ്ട് നന്ദിനി വണ്ടിയിലേക്ക് കയറുന്നു. പിന്നീട് കാണിക്കുന്നത് ചെമ്പകമംഗലമാണ്. ജയറാമന്റെ വിധിയറിഞ്ഞ് സന്തോഷത്തോടെ നിൽക്കുകയാണ് എല്ലാവരും. മോളെ, നീ കാർത്തിയെ വിളിച്ച് പറഞ്ഞിരുന്നോ എന്ന് രാജലക്ഷ്മിയമ്മ ചോദിക്കുമ്പോൾ പറഞ്ഞിരുന്നെന്നും ഓഫീസിൽ തിരക്കാണ്, എന്നാലും ഇങ്ങോട്ടേക്ക് വരാമെന്നാ പറഞ്ഞതെന്ന് മീനാക്ഷി പറയുന്നു. അല്ല, സാവിത്രിയോട് കാര്യങ്ങൾ പറഞ്ഞോ എന്ന് കൈമള ചോദിക്കുമ്പോൾ ഇതും കൂടി കേട്ടപ്പോൾ അമ്മ ആകെ നോർമൽ ആയതുപോലെയുണ്ട്, കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പോയിരിക്കുകയാണെന്ന് മീനാക്ഷി പറയുന്നു. ഇതെല്ലാം കേൾക്കുന്ന മൈഥിലി പറയുകയാണ്, എനിക്ക് തോന്നുന്നത് ശരിക്കും അയാൾ തന്നെ ആയിരിക്കും മീനാക്ഷിയുടെ അമ്മയെ കൊന്നതെന്ന. ഇത് കേൾക്കുന്ന മാലതി ദേഷ്യത്തോടെ പറയുകയാണ്, ദേ മൈഥിലി, ഞാൻ നിന്റെ കൂടെ എല്ലാത്തിനും കൂട്ടുനിൽക്കുന്നെന്ന് കരുതി വേണ്ടാത്തത് പറഞ്ഞാൽ ഞാൻ പ്രതികരിക്കുക തന്നെ ചെയ്യും. അതേസമയം സാവിത്രിയും അങ്ങോട്ടേക്ക് വരികയാണ്. കുറച്ച് സമയങ്ങൾക്ക് ശേഷം നന്ദിനിയും ജയറാമനും കൂടി ചെമ്പകമംഗലത്തേക്ക് വരികയാണ്. രാജലക്ഷ്മിയമ്മ ആരതി ഒഴിഞ്ഞ് ജയറാമനെ അകത്തേക്ക് സ്വീകരിക്കുന്നു. എന്റെ അച്ഛന്റെയും അമ്മയുടെയും പ്രാർത്ഥന ഈശ്വരൻ കേട്ടെന്ന് ജയറാമൻ പറയുമ്പോൾ കൈമള ചോദിക്കുകയാണ്, എന്താ മോൻ, ബാക്കിയുള്ളവരുടെ പ്രാർത്ഥനയൊക്കെ എവിടെ പോയി? എനിക്ക് എല്ലാം അറിയാം അച്ഛാ എന്ന് ജയറാമൻ പറയുന്നു. തുടർന്ന് ജയറാമനെ കെട്ടിപ്പിടിച്ച് വിഷമത്തോടെ മീനാക്ഷി പറയുകയാണ്, അന്ന് എന്റെ നാവിൽ നിന്ന് വീണ വാക്കുകൾ കൊണ്ടല്ലേ അച്ഛനിപ്പോ ഈ ഗതികേട് വന്നത്. അങ്ങനെയൊന്നുമില്ല മോളെ എന്ന് പറഞ്ഞ് ജയറാമൻ മീനാക്ഷിയെ സമാധാനിപ്പിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് മാലതിയെയും മൈഥിലിയെയുമാണ്. മാലതി പറയുകയാണ്, ഇനി അധികം വൈകാതെ തന്നെ ഒരു കല്യാണം ഇവിടെ ഉണ്ടാകും, നന്ദിനി വെഡ്സ് ജയറാമൻ. അതേസമയം ഇന്ന് എന്താണെങ്കിലും സദ്യ വേണമെന്ന് പറഞ്ഞ് എല്ലാവരെയും കൂട്ടി അകത്തേക്ക് കയറുകയാണ് സാവിത്രി. പിന്നീട് കാണിക്കുന്നത് അകത്തേക്ക് വരുന്ന നന്ദിനിയാണ്. മാലതി, നീ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു, എന്തെങ്കിലും പറയാനുണ്ടെങ്കിലേ മുഖത്ത് നോക്കി പറയണം. ഈ മൈഥിലിയെ ഞാൻ വിട്ടു, ഇവൾ ഇവിടുത്തെ ഒരു ഇത്തിൽ കണ്ണി മാത്രമാ. പക്ഷേ നീ അതുപോലെയല്ല, നീയേ എന്റെ അനിയന്റെ ഭാര്യയാണ്. ആ താരക പണിക്കാരുടെ സ്വഭാവം നീ ഇവിടെ കാണിക്കാൻ നിൽക്കണ്ട. ഒളിഞ്ഞും പതുങ്ങിയുമൊക്കെ നിന്ന് എനിക്കെതിരെ ഏഷണി പറഞ്ഞാലേ പണ്ടത്തെ പോലെ കേട്ട് നിൽക്കില്ല ഞാൻ, അടിച്ചു പല്ല് കൊഴിക്കുമെന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ നന്ദിനി അകത്തേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് എല്ലാവരും സന്തോഷത്തോടെ ഇരുന്ന് ആഹാരം കഴിക്കുന്നതാണ്. അതേസമയം അങ്ങോട്ടേക്ക് വരുന്ന മൈഥിലി പറയുകയാണ്, എല്ലാവരും ഇവിടെ ഇരുന്ന് ആഹാരം കഴിച്ചോണ്ടിരുന്നു, അവിടെ ദേ ആ കൊച്ചു കിടന്ന് ഛർദ്ദിക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന എല്ലാവരും ഞെട്ടലോടെ മൈഥിലിയെ നോക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.